ശ്രീ നിർമ്മൽ ഇബ്രാഹിമിലേക്കാണ്. ശ്രീ നിർമ്മൽ ഇബ്രാഹിം, ഇപ്പോൾ ഈ പ്രതിസന്ധികൾക്കിടയിൽ എന്താണ് ബിസിനസ് സമൂഹം പ്രതീക്ഷിക്കുന്നത്? ഒന്ന് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കേസാണ്. ഇപ്പോൾ കഴിഞ്ഞ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ ഡേറ്റ അനുസരിച്ച് പോലും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൽ കേരളം മുൻപന്തിയിലാണ്. 29.9% ആണ്. പക്ഷേ നാഷണൽ ആവറേജ് എന്ന് പറഞ്ഞാൽ വെറും 10%. അപ്പോൾ അതിൻ്റെ 3 ഇരട്ടി അൺഎംപ്ലോയ്മെൻറ്റ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് നിരാശാജനമായ ഒരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്തായിരുന്നു നമ്മൾ കളിയാക്കി വിളിച്ചിരുന്ന കേരളം. ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസിൻ്റെ കേസിൽ ഒന്നാമത് എത്തിയിരിക്കുന്നു. ഇനി അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്ക് അറിയാവുന്ന തരത്തിൽ 80കളിലും 90കളിലും ഒരുപാട് കമ്പനികൾ, ഗ്രാസിം ഇൻഡസ്ട്രീസും മധുര കോട്ട്സ്, പ്രീമിയർ കേബിൾസ്, ഇവരൊക്കെ വിട്ടുപോയ കഥകളുണ്ട്. 2006 നിങ്ങളുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ബ്രാൻഡായിട്ടുള്ള BMW ഇവിടെ വന്ന് സമരങ്ങൾ കണ്ട് പേടിച്ചോടിയ അവസരം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം സിന്തൈറ്റ്, നമ്മുടെ മാഗി നൂഡിൽസൊക്കെ കിട്ടുന്ന മസാല ഉണ്ടാക്കുന്ന സിന്തൈറ്റ് കമ്പനി 2018 വിട്ടുപോകുന്ന ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. മുത്തൂറ്റ് വിട്ടുപോകുന്ന 2019 ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കിറ്റെക്സ് 2021 വിട്ടുപോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അവിടെ നിന്നൊക്കെ ഇത്രയും വലിയൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായെങ്കിൽ ഇതൊരു ടിപ്പിംഗ് പോയിൻ്റാണ്. പല ഗവൺമെൻറ്റ്സും കാണിക്കുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ, ഈ ഒരു ടിപ്പിംഗ് പോയിൻ്റിലെത്തി ഓക്കെ ഒന്നാം സ്ഥാനത്തെത്തി, നമുക്കിനി പറയാൻ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ബിസിനസ് ഫ്രണ്ട്ലി അല്ല എന്ന് പറഞ്ഞാൽ ആരും കളിയാക്കില്ല എന്നൊരു സമീപനമാണെങ്കിൽ അവിടെ മുതൽ ഡൗൺഫോൾ ആയിരിക്കും. പക്ഷേ മറിച്ച് ഈ രണ്ട് ഇതുണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ അവർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരാനുള്ള വലിയൊരു അവസരമാണ്. കാരണം കിറ്റെക്സ് പോയപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ ഏകദേശം 35,000 ജോലികളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. സോ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരികയും കമ്പനികളെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. നിലവിലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ സ്ത്രീ സംരംഭകരുള്ള ഒരു കാര്യം കൂടെ എടുത്തു പറയാം. സ്ത്രീകളുടെ എംപ്ലോയ്മെൻറ്റ് റേറ്റ് അലാമിംഗ്ലി ലോ ആണ്, 47.1%. അതായത് ഇവിടെ ഇരിക്കുന്ന 2 കുട്ടികളിൽ ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കും, ഒരു പെൺകുട്ടിയായിരിക്കും ജോലിയിലേക്ക് പ്രവേശിക്കുക. ധനമന്ത്രി പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ജോലി ചെയ്യുന്നില്ല, പുറത്തേക്ക് പോകുന്നതാണ്. അല്ല, പുറത്തോട്ട് പൊക്കോട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതിന് അദ്ദേഹം കൊണ്ടുവരാൻ നോക്കുന്നൊരു കാര്യം ഇൻ്റർനാഷണൽ കൊളാബറേഷൻസും ഫോറിൻ യൂണിവേഴ്സിറ്റീസും കൊണ്ടുവരും. പക്ഷേ അതിൽ എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ മറ്റൊരു സ്റ്റഡി അബ്രോഡുമായിട്ട് നടത്തിയ സർവേയിൽ 82% കുട്ടികളും പറഞ്ഞെന്താണെന്നറിയോ, അവർ പുറത്തു പോകുന്നത് സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനല്ല, ഫ്രീഡം ഓഫ് ലിവിങ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഏർണിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ മുൻപന്തിയിൽ. അപ്പോൾ അവർക്ക് ആർക്കും ഇവിടെ ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റി വന്നാൽ നിൽക്കുന്നത് 5ൽ ഒരാളായിരിക്കും. നമുക്ക് ചില സമയത്ത് ചില അവസരങ്ങൾ വരും. ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ IT പാർക്ക് എവിടെ തുടങ്ങി? കേരളത്തിലാണ്, ടെക്നോ പാർക്ക് 1990. തൊട്ട് പിന്നാലെ 14 വർഷം കഴിഞ്ഞ് കൊച്ചിയിൽ ഇൻഫോ പാർക്ക് വന്നു. പക്ഷേ ഇന്ന് IT ഹബ്ബായിട്ട് മാറിയത് നമ്മുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ്സിലെ ബാംഗ്ലൂരും ഹൈദരാബാദും ചെന്നൈയുമാണ്.